രാജ്യത്ത് ബി.ജെ.പി അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകൃതമായ ഇന്ത്യ സഖ്യം തകരുകയാണ്. കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും രാഷ്ട്രീയ നീക്കങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണി പോരാളിയായ അരവിന്ദ് കെജ്രിവാളും തമ്മിലുണ്ടായിരിക്കുന്ന പോരാട്ടമാണ് പ്രതിപക്ഷ ഐക്യത്തിന് കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന് നേരത്തെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് നേരിട്ട തിരിച്ചടിയായിരുന്നു ഇതിന് പ്രധാന കാരണം. കോൺഗ്രസിനെയും ബി.ജെ.പിയെയും ഒരുപോലെ പ്രതിരോധിച്ചാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരം പിടിച്ചത്. കോൺഗ്രസ് ഭരണത്തിലുണ്ടായ കൊടിയ അഴിമതിക്കെതിരെ നടന്ന സമരങ്ങളുടെ ഉപോൽപ്പന്നമാണല്ലോ ആം ആദ്മി പാർട്ടി. ഡൽഹിയിലെ വോട്ടർമാർ കോൺഗ്രസുമായുള്ള സഖ്യം അംഗീകരിക്കാൻ തയ്യാറാവാത്തതായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എ.എ.പിക്ക് നേരിട്ട പരാജയത്തിന് പ്രധാന കാരണം. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും രാഹുൽ ഗാന്ധി പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തിയതോടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ വലിയ അകൽച്ചയിലേക്ക് നീങ്ങുകയാണ്. ഡൽഹിയിൽ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണിപ്പോൾ. രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തിയ നീക്കത്തിൽ ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികൾക്കിടയിലും പ്രതിഷേധം കനത്തതോടെ സഖ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായി. ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെയും മറ്റും പിന്തുണ ഡൽഹിയിൽ കെജ്രിവാൾ ഉറപ്പിച്ചിരുന്നു. കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന ആവശ്യം എസ്.പിയും തള്ളിയിരുന്നു. ഇതെല്ലാം ഡൽഹിയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് നേതാക്കളും തിരിച്ചറിയുന്നുണ്ട്. മുന്നണി മര്യാദകൾ പാലിക്കാതെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകൾ രാജ്യത്ത് ബി.ജെ.പി വിരുദ്ധ പോരാട്ടങ്ങൾക്കുള്ള തിരിച്ചടിയാണെന്നാണ് ഘടക കക്ഷികളുടെ പ്രധാന ആരോപണം. കോൺഗ്രസുമായി നേരത്തെ തന്നെ നല്ല ബന്ധമാണ് ആം ആദ്മി പാർട്ടിക്കും മമതാ ബാനർജിക്കും ഉള്ളത്. ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിലെ മദ്യനയ കേസിൽ ഇ.ഡി അറസ്റ്റ് ചെയ്തതും തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിലിൽ അടച്ചതും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ വഴിയൊരുക്കിയിരുന്നു. പഴയ പിണക്കം മാറ്റിവെച്ച് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അറസ്റ്റിനെതിരെ രംഗത്തെത്തിയതോടെ പ്രതിപക്ഷ നിര ശക്തമാണെന്ന സന്ദേശം നൽകിയിരുന്നു. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. മമതാ ബാനർജിക്കെതിരെ പശ്ചിമ ബംഗാൾ പി.സി.സി അധ്യക്ഷൻ നടത്തിയ ചില ആരോപണങ്ങളാണ് കോൺഗ്രസ് സഖ്യം പോലും തകർത്തത്. ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനം മമതാ ബാനർജിക്ക് കൈമാറണമെന്ന ആവശ്യം ശക്തമായിരിക്കെയാണ് ആം ആദ്മി പാർട്ടിയെ കോൺഗ്രസ് പിണക്കിയിരിക്കുന്നത്. പി.സി.സി നേതാക്കൾ ആരെങ്കിലുമായിരുന്നു കെജ്രിവാളിനെതിരെ പ്രസ്താവനയുമായി വന്നിരുന്നതെങ്കിൽ ദേശീയ നേതൃത്വത്തിന് ഇടപെടാൻ പറ്റുമായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കെജ്രിവാളിനെതിരെ നടത്തിയ പ്രസ്താവന ആം ആദ്മി പാർട്ടിയെയും രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയെ തകർക്കാനും ഡൽഹി ഭരണം കൈപ്പിടിയിലാക്കാനുമായി ബി.ജെ.പി നേതൃത്വം കടുത്ത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ കെജ്രിവാൾ വിരുദ്ധ പ്രസംഗം. ഇത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികളുടെ പ്രധാന ആരോപണം. ഇതിനിടയിൽ മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെയും സിസോദിയയെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇ.ഡിക്ക് അനുമതി നൽകിയതോടെ ബി.ജെ.പി തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി ഉണ്ടാക്കാനുള്ള കരുക്കൾ നീക്കി തുടങ്ങിയെന്ന് വേണം അനുമാനിക്കാൻ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. മാസങ്ങൾ ജയിലിൽ കഴിയേണ്ടി വന്നതും പിന്നീട് മുഖ്യമന്ത്രി കസാരയിൽ നിന്നും രാജിവെച്ച് മാറി നിൽക്കേണ്ടി വന്നതും ഇത് ആം ആദ്മി പാർട്ടിക്ക് കടുത്ത ക്ഷീണമാണ് ഉണ്ടാക്കിയത്.